കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് രംഗത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയോജക മണ്ഡലം എന്തിനൊപ്പം നിൽക്കും എന്ന് നമുക്ക് സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ നേരിട്ട് അന്വേഷിക്കാം. ഇപ്പോൾ എന്നോടൊപ്പം സി ഡി നെറ്റിൽ കായംകുളത്തിൻ്റെ പ്രിയങ്കരിയായ MLA അഡ്വക്കേറ്റ് യു പ്രതിഭ ചേരുന്നു. നമുക്ക് പ്രതിഭയോട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് രംഗം? പൊതുവെ നന്നായി നടക്കുന്നുണ്ട്. സൗണ്ടൊക്കെ പോയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഭയങ്കര കൊടും ചൂടാണല്ലോ. അപ്പം നമ്മുടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വർക്ക് ഒരു പ്രത്യേക പാറ്റേണിലാണ് നടക്കുന്നത്. നമ്മൾ സ്ഥാനാർത്ഥി അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നലെ സ്വീകരണമായിരുന്നു. 13 മണിക്കൂർ സ്റ്റാൻഡിങ് ആയിരുന്നു, ഷാർപ്പ് 13 മണിക്കൂർ. കാരണം ഞാൻ 9:30 ഞാൻ ജീപ്പിൽ കയറി. ഉച്ചയ്ക്ക് 2-2:15 ആദ്യത്തെ സ്വീകരണം രാവിലത്തെ കഴിഞ്ഞു. ജസ്റ്റ് ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഒരു 4 മണിയോടുകൂടി പര്യടനം വീണ്ടും ആരംഭിച്ചു. അപ്പോൾ ഒരു 1 hour ഗ്യാപ്പ് മാത്രമാണ് ഇടയ്ക്ക് കിട്ടുന്നത്. പക്ഷെ കംപ്ലീറ്റ് ഒറ്റ നിൽപ്പം. ഞാൻ ഈ ചിലരെല്ലാം ചെയർ ഉപയോഗിക്കും, ഞാൻ ചെയറൊന്നും ഉപയോഗിക്കത്തില്ല, നിൽക്കുക തന്നെ ചെയ്യത്തുള്ളൂ, അതിനിടയ്ക്കൊന്നും ഇരിക്കുകയൊന്നുമില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഒരു ഹെക്ടിക്കായിട്ടുള്ള വർക്കാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ. അത് ഇടതുപക്ഷ പാർട്ടിയിൽ ഏറ്റവും ഭംഗിയായി അവർ ചെയ്യുന്നൊരു വർക്ക് കൂടിയാണ്. നന്നായിട്ട് നമ്മൾ ചെയ്യാൻ കഴിയുന്നൊരു വർക്കാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടല്ല, തെരഞ്ഞെടുപ്പിൽ ഒരു പരിണത പ്രജ്ഞയായി മാറിയ ആളാണ് യു പ്രതിഭ എന്ന് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, 2 ടൈം MLA ആയിരുന്നു. ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് രംഗം പുതുതായി പഠിപ്പിക്കേണ്ടതോ അതല്ലെങ്കിൽ പുതുതായി പരിശീലിക്കേണ്ടതോ ഒന്നല്ല. ആ നിലയ്ക്ക് കുറച്ച് വിരസമാണോ? ഒരിക്കലും അല്ല. എപ്പോഴും സ്ഥാനാർത്ഥി എന്ന് പറയുമ്പം അതിനെപ്പോഴും ഒരു പുതുമയാണ്. കാരണം ഓരോ സമയത്തെയും തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ പോലും വ്യത്യസ്തമാണ് കേട്ടോ. ഇപ്പം നമ്മളിപ്പം പുതിയ കാലഘട്ടമാണ്. ഞാൻ LLBക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള വോട്ടിംഗ് ചോദിക്കുന്ന ഒരു വോട്ട് ചോദിക്കുന്ന പാറ്റേണേ അല്ല പിന്നീട് വന്ന ഓരോ സമയത്തും സോഷ്യൽ മീഡിയ സ്വാധീനം തന്നെ. ആദ്യം ഒരു ഫോൺ കോളും ഇപ്പോൾ എനിക്കൊന്നൊരു 2005 ആരുടെയും അങ്ങനെ ഒരു ഫോണില്ല. 510 ഫോണില്ല. അപ്പൊ വരുന്നതേ ഉള്ളൂ ചെറുതായിട്ട്, പരമാവധി മെസ്സേജ് 10-15 കുറച്ചുകൂടി മൊബൈലിന്റെ സ്വാധീനമായി. പക്ഷെ ഇത്രയില്ല, എനിക്കറിയുന്നില്ല പറഞ്ഞ സമയം. പിന്നെ കഴിഞ്ഞ തവണ, അതായത് ഒരു 15-20 വന്ന സമയത്ത് ചെറുതായിട്ട് ഇതിൻ്റെ സോഷ്യൽ മീഡിയയുടെയും ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു സ്വാധീനം വന്നു തുടങ്ങി. പിന്നെ കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയ ഇത്രയ്ക്ക് അങ്ങോട്ട് ശക്തമായത്. അതുവരെ ഇങ്ങനെയില്ല. അപ്പം നമുക്ക് ശരിക്കും ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് ഒത്തിരി മാറ്റങ്ങളാണ് സൊസൈറ്റിയിൽ. ശരിക്കും വ്യത്യസ്തമായ കാലഗണന നിശ്ചയിക്കപ്പെടാൻ പറ്റും. കൊറോണയ്ക്ക് മുമ്പും കോവിഡിന് ശേഷം. ശരിയല്ലേ? എൻ്റെ മാത്രം ഒബ്സർവേഷനില്ല, ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം. രീതികൾ മാറി, ആറ്റിറ്റ്യൂഡ് മാറി, ഫുഡ് ഹാബിറ്റ് മാറി. ഇത്രയും ഓൺലൈനിൽ ഫുഡ് കഴിക്കുന്ന ശീലം അതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ കൊറോണ ഒരു പീരീഡാണ്, ഒരു പീരീഡ് തന്നെയായിട്ട് കാണാം. അന്ന് കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ മൊബൈലായി, ഓരോരുത്തരും ഓരോ ജേർണലിസ്റ്റായി, ആർക്കും എന്തും പറയാം, എന്തും എഴുതാം. അങ്ങനെ അത് ഭയങ്കര ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് കാൻഡിഡേറ്റ് എന്ന് പറയുമ്പം എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പോഴൊക്കെ ഒരു പുതുമ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ 10 വർഷമായിട്ട് കായംകുളത്തെ എനിക്ക് ഒരുവിധം എല്ലാവരെയും അറിയാം, അത്യാവശ്യം അറിയാം. അതൊരു സന്തോഷകരമായ കാര്യമാണ്. കാരണം ചെറിയ കുഞ്ഞുങ്ങളെ അടക്കം അറിയാം. ഞാൻ അന്നൊന്ന് 1 വയസ്സുള്ള ആൾക്ക് ഇപ്പോൾ 10 വയസ്സുണ്ട്, അന്ന് 10 വയസ്സുള്ള ആൾക്ക് ഇപ്പോൾ 20 വയസ്സുണ്ട്. ആ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പം 13 മണിക്കൂർ തുടർച്ചയായ വളരെ ഹെക്റ്റിക്കായിട്ടുള്ള ക്യാമ്പയിനെ കുറിച്ച് MLA പറയുകയുണ്ടായി. അതിനുശേഷം ഇന്ന് വീണ് കിട്ടിയ ഒരു ഇടവേളയിലാണ് നമുക്ക് ഇത്രയും സമയം MLAക്കൊപ്പം സംസാരിക്കാൻ അവസരം കിട്ടിയത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ വിശകലനങ്ങൾ നമുക്ക് അന്വേഷിക്കാം. കായംകുളം 10 വർഷമായി കായംകുളത്തെ MLA ആണ്. ആദ്യമായി കായംകുളത്തേക്ക് മത്സരിക്കാൻ വരുമ്പോൾ കായംകുളം എങ്ങനെ സ്വീകരിക്കുമെന്നായിരുന്നു അന്നത്തെ ഒരു പ്രതീക്ഷ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളൊരു ആത്മബലത്തിലാണ് വന്നത്. ഡെഫിനറ്റ്ലി കായംകുളം 2 കൈകൾ നീട്ടിയെന്ന് സ്വീകരിച്ചിരുന്നു. നല്ല സന്തോഷകരമായൊരു തിരഞ്ഞെടുപ്പ്
ഹെക്ടിക് ക്യാമ്പയിനാണ്. 53 ഡേയ്സ് ആയിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ്. ഈ വർഷം അങ്ങനെ ഒരു ആശ്വാസമുണ്ട്, കുറച്ച് ദിവസത്തേക്ക് മാത്രമായി ചുരുങ്ങി. അതിപ്പോഴാണ് മനസ്സിലാവുന്നത്, കുറയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഹെക്ടിക് ആണെന്ന്. കാരണം അന്ന് 53 ദിവസം എന്ന് പറഞ്ഞാൽ 53 ദിവസവും വർക്കാം, ഒന്ന് ശ്വാസം വിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ 53 ഡേയ്സും വർക്കായിരുന്നു, വെരി ഹെക്ടിക്. പക്ഷേ ഈ ടൈം കുറയുമ്പം ഈ പറഞ്ഞ പോലെ അന്ന് നമുക്ക് 6 മണിക്കൂർ ജീപ്പേ നിന്നാൽ മതി, ഇപ്പം 13 മണിക്കൂർ നിൽക്കേണ്ടി വരുന്നില്ല. അപ്പം യഥാർത്ഥത്തിൽ അതും നമുക്ക് പറയാൻ പറ്റില്ല, ഏതാണ് മെച്ചം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ചെയ്ത വികസനങ്ങൾ ചെയ്തെടുത്ത് പോലും അവിടെ പോയി ആൾക്കാരോട്, ഇപ്പം ഞാൻ കറ്റാനം നാമ്പോളം റോഡെന്ന് പറഞ്ഞാൽ ഒരു 3.25 കോടി രൂപയുടെ വർക്കാണ്, മനോഹരം അത് കാണാൻ. ഞാൻ 2021 മത്സരിക്കുമ്പോൾ ആ പദ്ധതി അനുവദിച്ചതാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടന്ന് ജനം വിശ്വസിച്ചില്ല. ജനം ഓർത്ത് ഞാൻ ഇലക്ഷന് പറയുന്നതാണ്, അനുവദിച്ച് കോൺട്രാക്ടർ എടുത്ത് വർക്കാം. ഇപ്പോൾ ആ വർക്ക് പൂർത്തിയാക്കി. യഥാർത്ഥത്തിൽ ആ വർക്കിൻ്റെ ഈ സൈഡിലുള്ള വീടുകളിൽ കയറാൻ എനിക്ക് പറ്റും, എനിക്ക് സമയം തികയുന്നില്ല. കൊപ്രാപുര റോഡ്, ഞാൻ പറയും മേജർ വലിയ വർക്കുകൾ കായംകുളത്ത് നടന്നിട്ടുണ്ട്. കൊപ്രാപുര റോഡ് ഭയങ്കര കുളമായിരുന്നു, ചന്ദ്രസമാനമായിരുന്നു. അത് നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി ഇട്ടു. അതിൻ്റെ ഇരുവശത്തുള്ള വീടുകളിൽ കയറാൻ പറ്റുന്നില്ല. നമ്മുടെ ഭഗവതിപ്പടി മല്ലിക്കാട്ടുകടവ് ബാക്ക്പാട്ട് റോഡ് 20 കോടിയുടെ 2.25 കോടിയുടെ പാലം തീരാനുള്ളത് കൊണ്ട് മാത്രമാണ് അത് ഉദ്ഘാടനം ചെയ്യാതിരുന്നത്. ഇപ്പം പാലം തീർന്നു. ഇപ്പം നമ്മൾ അതിലൂടെ ഇതിലെ ഓപ്പൺ ജിപ്പ് പര്യടനം പോയപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം 10 രൂപയ്ക്കുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ടാണ്. ഞാനിടയ്ക്ക് ഇങ്ങനെ കറങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത് ഈ പാലം തീരാത്തതുകൊണ്ട്. കൊറോണ കാലത്തൊക്കെ ഭയങ്കര പ്രയാസപ്പെട്ട, അല്ല ഫ്ലഡിന്റെ സമയത്ത് അവിടെ എത്താൻ ആളുകൾക്ക് ഭയങ്കര പ്രയാസം. പാലം അടിപൊളിയായി. ഇപ്പം പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ഇരു കരകളെ തമ്മിൽ ചേർത്ത MLA എന്നൊരു എനിക്കൊരു എന്താ പറയണ്ട ഒരു പേരുണ്ട് കേട്ടോ, ഒരു പേരുണ്ട്, ഒരു സൽപ്പേര് കിട്ടിയിട്ടുണ്ട്. കാരണം 2 പഞ്ചായത്തുകൾ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി നിൽക്കുമായിരുന്നു. അപ്പം അവരൊന്നായി. അപ്പം ആക്ച്വലി ദേവികുളങ്ങരയും കണ്ടല്ലൂരും ആക്ച്വലി ഒന്നായിപ്പോയി. ഗ്രാമങ്ങൾ തമ്മിലുള്ള അന്തരം അങ്ങ് കുറഞ്ഞു, പട്ടണവുമായിട്ടുള്ള അന്തരം കുറഞ്ഞു. ഇപ്പം ഇവിടുന്ന് ഒറ്റ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നേരെ കയറി അങ്ങ് കണ്ടല്ലൂർ വഴി നമ്മുടെ ആറാട്ടുവഴി വഴി നമുക്കങ്ങ് പോകാം തീരദേശമൊക്കെ കാണാൻ. അപ്പോൾ അതൊക്കെ അവിടെ പോലും എല്ലായിടും ഒന്ന് എത്തിപ്പെട്ട് എല്ലാവരെയും കാണാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ആളല്ല, ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് 10 ഇയേഴ്സായിട്ട് അവരുടെ കൂടെ ഉണ്ട്. എൻ്റെ വിഷമം എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത ഇടങ്ങളിൽ ഒന്ന് പോയിട്ട് തിരഞ്ഞെടുപ്പാണ് കൂടെ ഉണ്ടാവണേ എന്ന് പറയാൻ പോലും എനിക്ക് കഴിയുന്നത്ര ഒരു സമയം കിട്ടുന്നില്ല. കണ്ടതല്ലേ, നമ്മള് കാണുവാണല്ലോ ആ വികസനം ചെയ്ത ഭാഗത്ത് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. 2016 ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ 2026 നമ്മൾ നേരിടുന്നത്. അന്ന് നേരിട്ട അതേ എതിരാളിയെ തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അന്ന് ആകെ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ UDF ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നു, അതിൽ നിന്ന് തിരിച്ച് അതിൻ്റെ ഒരു ആൻറ്റി ഇൻകംബൻസി ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പാകുന്ന അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ LDFൻ്റെ തുടർഭരണത്തെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്ന, അതിനുവേണ്ടിയാണ് വോട്ട് തേടുന്നത്. തീർച്ചയായിട്ടും എന്തു തോന്നുന്നു ഇപ്പോൾ 2016 എതിരാളി 2026 ഈ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നമ്മുടെ സാധ്യതകൾ എന്താണ് എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് യുപതിക്ക് പറയാൻ പറ്റും? നമ്മുടെ ഗവൺമെൻറ് തന്നെ എന്തൊരു നല്ല ഗവൺമെൻറ്റാണ്. 2016 UDF ഗവൺമെൻറ് ആയിരുന്നല്ലോ. അതിനുശേഷം കേരളത്തിലെ മനുഷ്യൻ ഒരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന ഈ മാസം ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവിടെ വരുന്ന പെൻഷൻ 4000 രൂപയാണ്. ഒരച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ, ഇത് ഫാക്റ്റാണല്ലോ, ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ്, കണക്കുകൾ വസ്തുത നിരത്തി നമ്മൾ പറയുന്ന വ്യാജ പ്രചരണമല്ല. ഒരച്ഛനും അമ്മയും വീട്ടിലുണ്ട് 8000 രൂപ വീട്ടിൽ വരും. ഈസ്റ്ററും വിഷുവും അവർക്ക് ആഘോഷിക്കാം, സമൃദ്ധിയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വിഷു വരുമ്പം അല്ലെങ്കിൽ ഒരു ആഘോഷം വരുമ്പം കേവലം 600 രൂപ പെൻഷനുള്ള ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ച കാലത്താണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്കിന്ന് അഭിമാനത്തോടെ പറയാം, എൻ്റെ ഗവൺമെൻറ് അത് 2000 രൂപയൊക്കെ കുടിശ്ശികയില്ല. അന്ന് കുടിശ്ശിക 600 പോലും കുടിശ്ശികയാണ്. 2000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഇപ്പം വരുന്നതെന്ന് വെച്ചാൽ എല്ലാ വിശേഷാവസരങ്ങളും ഗവൺമെൻറ് 2 മാസത്തെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ അവർക്ക് അത്രയും പണം കയ്യിൽ കിട്ടും. അവർക്ക് ഭയങ്കര ഒരു ഫെസ്റ്റിവൽ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണം. അത് ഈ ഗവൺമെൻറ് ഒരു എപ്പോഴത്തെയും ഇപ്പം വിഷുവായിട്ട് മാത്രമല്ല, ഡിസംബറിൽ അങ്ങനെയാണ്, ക്രിസ്മസിന് അങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ പെരുന്നാൾ കാലത്ത് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഏത് കാലത്തും ആ സമയത്ത് ഒരു പർച്ചേസൊക്കെ ആൾക്കാരെ നടക്കുമല്ലോ. എൻ്റെ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ഞാൻ ക്ലിയർ ഒബ്സർവേഷനാണ്. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആൻറ്റി ഇതുണ്ടെന്ന് പറയും. ഈ ഗവൺമെൻറ് ആൻറ്റി വികാരമില്ല. ഈ ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിന്ന ഗവൺമെൻറ്റാണ്. പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല, പാഠപുസ്തകങ്ങളുടെ ക്ഷാമമില്ല, സ്കൂളുകൾ ഹൈടെക് ആക്കി, ആശുപത്രികളെല്ലാം തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. താലൂക്ക് ഹോസ്പിറ്റലിന് പോലും ഒരു MLA ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. 1062 കോടിയുടെ വികസനം ഒരു താലൂക്ക് ആശുപത്രിയാണ് കായംകുളം അതിന് തന്നിരിക്കുന്നത്. താലൂക്ക് ആശുപത്രി താലൂക്കില്ലല്ലോ. താലൂക്ക് ഇപ്പം ഗവൺമെൻറ് ഒരു താലൂക്കും കൊടുത്തിട്ടില്ലല്ലോ.
ഇപ്പോൾ കായംകുളം അത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം 2016 ശേഷം 2026 വരെ കേരളത്തിലെ ഗവൺമെൻറ് പുതിയതായിട്ടൊരു താലൂക്കും കൊടുത്തിട്ടില്ല. ഈ ഗവൺമെൻറ് ലക്ഷ്യം പുതിയ താലൂക്ക് കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് വില്ലേജ് ഓഫീസർ സ്മാർട്ടാക്കി, സേവനം സ്മാർട്ടാക്കി. ഏറ്റവും കൂടുതൽ വില്ലേജ് ഓഫീസർ സ്മാർട്ടായ മണ്ഡലം കായംകുളം. എല്ലാം ആയിട്ടുണ്ട്. അപ്പം വീട്ടുപടിക്കൽ സേവനം കൊടുക്കാൻ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുക. സർക്കാർ ഓഫീസുകളിൽ ജനങ്ങൾ കയറി ഇറങ്ങാതെ ആ സേവനം വീട്ടിലെത്തിക്കാൻ ശ്രമിക്കുമ്പം 2016 തൊട്ട് 26 വരെ ഒരു താലൂക്കും അനുവദിക്കാത്തപ്പം കായംകുളത്തിന് അതൊരു ഡിഫക്റ്റ് അല്ല. റവന്യൂ മന്ത്രി രാജൻ മിനിസ്റ്റർക്കും താലൂക്കില്ല. ഞാൻ മന്ത്രിയോട് ചോദിച്ചു, അപ്പോൾ എനിക്ക് 8-10 വില്ലേജ് തന്നെ ഉള്ളൂ, അത് അവിടെ 18 വില്ലേജ് ഉണ്ട് അദ്ദേഹത്തിന്, താലൂക്കിൽ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ പ്രതിഭ നമ്മൾ സർവീസ് സ്മാർട്ടാക്കുകയാണ്. മന്ത്രിക്ക് പരിഭവം അദ്ദേഹത്തോടും. 2016 തൊട്ട് 21 വരെയും അത് നമുക്ക് സാധ്യമായിരുന്നില്ല, അന്ന് താലൂക്കുകൾ അനുവദിച്ചിരുന്നു. ഇല്ല, താലൂക്ക് അനുവദിച്ചില്ല. 2016 മുതൽ 26 വരെ താലൂക്ക് അനുവദിച്ചിട്ടില്ല. പുതിയ താലൂക്കുകൾ കേരളത്തിൽ കൊടുത്തിട്ടില്ല. ഇല്ല, താലൂക്ക് കൊടുത്തിട്ടില്ല. 2016 ആദ്യം പയ്യന്നൂരോ മറ്റോ വന്നത് 2000 അന്ന് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അനൗൺസ് ചെയ്ത മാത്രമേ, ഒന്നും വന്നിട്ടില്ല. പരിശോധിച്ച് നോക്കാം, താലൂക്കുകളില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് സർവീസുകൾ ഓൺലൈൻ ആക്കുന്നു, വില്ലേജ് ഓഫീസർ സ്മാർട്ട് ആക്കുന്നു. കായംകുളത്ത് വില്ലേജ് ഓഫീസർക്ക് അടിപൊളിയാക്കി. 2026 തെരഞ്ഞെടുപ്പ്, ഇപ്പം 3ാമത്തെ തെരഞ്ഞെടുപ്പിലാണോ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്? ഈ പിന്നിട്ട ഓരോ ടേമുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഇത്തവണത്തെ മത്സരം ഏത് നിലയ്ക്കാണ് തോന്നുന്നത്? ഒരു ഈസി ഗോയിങ് ആണോ, അതല്ല ഒരു കടുകെട്ടിയാണോ? എങ്ങനെയാണ് ഒരു ഫീൽ? ഞാൻ ഒരു തെരഞ്ഞെടുപ്പിനെയും അങ്ങനെ നിസ്സാരമായി കാണുന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിലെ തെരഞ്ഞെടുപ്പ് പോലും നിസ്സാരമല്ല. നമ്മൾ നമ്മുടെ വർക്ക്, ഞാനിപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത മണ്ഡലമാണ്, ഇത്രയധികം വികസനം ചെയ്ത മണ്ഡലമാണ്, ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് എന്നോട് പ്രതികരിക്കുന്ന മണ്ഡലമാണ്. എന്നിട്ടും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ രീതിയുണ്ട്, അതനുസരിച്ച് സ്ഥാനാർത്ഥി വർക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയധികം ജനങ്ങളോട് ചേർന്ന് MLA ആയിട്ട് ഞാൻ പറഞ്ഞു 13 മണിക്കൂർ സ്റ്റാൻഡിങ് തന്നെ ചെയ്തുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്ന ആളെ. ഇപ്പോൾ 2ാമത്തെ ദിവസമായിരുന്നു പര്യടനം. മാക്സിമം ആൾക്കാരെ കാണാൻ ശ്രമിക്കും. ചിലപ്പം ഈ നമ്മൾ ഒരു 2 ലക്ഷം അല്ലെ 1.5 ലക്ഷം മനുഷ്യരിൽ ചിലരെങ്കിലുമൊക്കെ നമ്മൾ കാണാതെ കാണില്ലേ. അപ്പം എത്ര പേരെ കാണാൻ പറ്റും? പുതിയതായിട്ട് എന്തെല്ലാം പുതിയ അനുഭവങ്ങൾ. നമുക്ക് ഓരോ തിരഞ്ഞെടുപ്പ് ഭയങ്കര അനുഭവം കേട്ടോ. കാരണം ഞാൻ എത്തിപ്പെടുവാണ് പലരിലേക്കും, പക്ഷേ തിരഞ്ഞെടുപ്പാകുമ്പോൾ എന്നിലേക്കും ഒരുപാട് പേര് എത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ നല്ലൊരു പുതിയ സംഭവം അവർ വന്ന് പറഞ്ഞു, ഇന്ന ഒരു പെൻഷൻ അവർക്ക് വർഷത്തിൽ 2 തവണയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനത് അപ്പം തന്നെ നോട്ട് ചെയ്തു. ഞാൻ നിയമസഭ ആദ്യം തന്നെ ഞാൻ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് പറയുന്ന ആളാണ്. നിയമസഭ വളരെ ശക്തമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇടപെടുന്ന, സ്പീക്കറുടെ ഗുഡ് ബുക്കിൽ ഒരു നല്ല നിയമസഭാ സാമാജിക എന്ന ഗുഡ് ബുക്കൊക്കെ കിട്ടിയ ആളാണ് കേട്ടോ. എല്ലാത്തിനും ഉണ്ടാവും. ഇനി ഒരു കൾച്ചറൽ പ്രോഗ്രാം സ്പീക്കർ പറഞ്ഞാൽ അതിലും ഉണ്ടാവും. പിന്നെ ഒരു നിയമസഭയുടെ പ്രത്യേക കമ്മിറ്റി, സെലക്ട് കമ്മിറ്റി മെമ്പേഴ്സ് ആയാൽ അതിനകത്ത് നന്നായി ഇടപെടും. നിയമസഭയുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും ഭിന്നശേഷിക്കാരുടെയും കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഭയങ്കര അനുഭവം അതിലൂടെ. ട്രാൻസ്ജെൻഡർ പോളിസി രൂപീകരിക്കുന്നതിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ അച്ഛനമ്മമാർ പൊതിഞ്ഞുകൊണ്ട് പല ഇടങ്ങളിലും അവരെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പയിൻ, നമ്മുടെ ഗവൺമെൻറ് ഭയങ്കര ഭിന്നശേഷി സൗഹൃദ നയമൊക്കെ രൂപീകരിച്ചതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനോട് കൂടുതൽ പറയാൻ പറ്റി, അവരുടെ അടുത്തേക്ക് പോകണം സർവീസ്. എൻ്റെയൊക്കെ ഒരു ഗവൺമെൻറ് അടുത്ത് ഞങ്ങൾ വെച്ചതാണ്. ഗവൺമെൻറ് അതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഭിന്നശേഷി ഗ്രാമസഭയൊക്കെ തുടങ്ങിയല്ലോ. ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഭിന്നശേഷി അദാലത്ത്. അത് ഒരു ഭിന്നശേഷിക്കാരനായി കുഞ്ഞുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസം പഞ്ചായത്ത് മെമ്പർ ആ വീടിൻ്റെ വാതിൽക്ക് എത്തണം, അവരുടെ വിശേഷങ്ങൾ അറിയണം. ഇതെല്ലാം നമ്മുടെ ആ കമ്മിറ്റിയുടെ ഒരു ക്യാമ്പയിൻ. അപ്പോൾ കമ്മിറ്റി നന്നായിട്ട് ആക്റ്റീവായിരുന്നു, നിയമസഭയ്ക്ക് ആക്റ്റീവായിരുന്നു, മണ്ഡലത്തിൽ നന്നായി അതേസമയം വികസനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങളൊക്കെ ക്യാമ്പയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പാലം ചെയ്തു, റോഡ് ചെയ്തു, സ്കൂൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും അത് അവിടെയും ചെയ്തു. അതുപോലെയല്ല, സിസ്റ്റമാറ്റിക് വേയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി കായംകുളത്തിൽ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-25 റോഡേ കാണത്തുള്ളൂ. എല്ലാം കൂടി ഈ 6-7 പഞ്ചായത്ത് എടുത്താൽ മോശമായിട്ടുള്ള 10-25 റോഡേ കാണത്തുള്ളൂ. അപ്പോൾ 1000 ഉണ്ടായിരുന്നു, അതിൽ 900 ചെയ്തു. ഓക്കെ, നമുക്ക് അതിനകത്ത് വരാം. എനിക്കൊന്ന് ഇപ്പം കായംകുളത്ത് 3ാം തവണയും മത്സരിപ്പിക്കാൻ പ്രതിഭയെ തന്നെ പാർട്ടി തിരഞ്ഞെടുത്തു. പാർട്ടി ഇത്രയും ആത്മവിശ്വാസം എന്തുകൊണ്ടാണ് പ്രതിഭയിൽ അർപ്പിക്കുന്നത്? എന്താണ് പ്രതിഭ കരുതുന്ന പ്രതിഭയുടെ 2 കാര്യം? പാർട്ടിയുടെ ആത്മവിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം പ്രതിഭ നന്നായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും തിരുവനന്തപുരം അടക്കം ഉള്ള എല്ലാ മണ്ഡലങ്ങളിലും
സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരം. കായംകുളത്ത് ഒരു പ്രത്യേക പ്രതിഭാസമൊന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല. എല്ലാവരെയും അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ് എന്നെയും തിരഞ്ഞെടുത്തതെന്നാണ് കരുതുന്നത്. എല്ലാവരെയും സിറ്റിംഗ് MLA-മാരെ ബഹുഭൂരിപക്ഷം വരെയും മത്സരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന വിശ്വാസം പാർട്ടിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കായംകുളത്ത് ചർച്ച ചെയ്യുന്നത് വെച്ചാൽ മറ്റ് MLA-മാരൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നുകൊണ്ട് ആ കായംകുളം ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ മൊത്തം മണ്ഡലം ഞങ്ങളെല്ലാം ഒന്നിച്ച് എന്ന സഹപ്രവർത്തകരാണ്. നമ്മുടെ ആൻസലിൻ MLA ആണെങ്കിലും ഹരീന്ദ്രേട്ടനാണെങ്കിലും IB സതീഷാണെങ്കിലും സലാം സർ ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ അന്ന് വന്നത്. ഞങ്ങൾ 2016 ഒരു ടീം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വന്നവരുണ്ട്. IB സതീഷ്, പിന്നെ നമ്മുടെ ആൻസലിൻ MLA, DK മുരളിച്ചേട്ടൻ, പിന്നെ ഈ പറഞ്ഞ പോലെ ഹരീന്ദ്രേട്ടൻ, എല്ലാവരും ഞങ്ങളെല്ലാവരും വലിയ ആത്മബന്ധവും സ്നേഹവുമാണ്. ആ കാലത്ത് വന്ന MLA-മാരാണ്. അവരെല്ലാവരും വീണ്ടും മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വീണ്ടും തെരഞ്ഞെടുത്തു. തീർച്ചയായിട്ടും അത് ജനങ്ങളോടൊപ്പം നിന്നു എന്ന് പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഗവൺമെന്റിനും നല്ല ബോധ്യമുണ്ട്. അത്രയും നിന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം വാങ്ങിച്ചു കൊടുത്ത MLA നമ്മുടെ കായംകുളം. ഓക്കെ, കായംകുളത്തിൻ്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം കായംകുളത്തെ പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർച്ചയായിരുന്നു. കായംകുളത്തെ 2 ടേം തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്ന MLA ആയിട്ടുള്ള CK സദാശിവന് തുടർച്ചയായിട്ടാണ് പ്രതിഭ വരുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന G സുധാകരൻ സാറാണെങ്കിലും ഇവർക്കെല്ലാവർക്കും കായംകുളത്ത് കുറച്ച് ലാൻഡ്മാർക്കുകളുണ്ട്, ഗംഭീരമായ ലാൻഡ്മാർക്കുകളുണ്ട്. പോളിടെക്നിക്കലാവട്ടെ, VED സെൻ്റർ ആവട്ടെ, പിന്നെ സ്പിന്നിങ് മില്ലാവട്ടെ, ഇങ്ങനെ കുറേയേറെ നമ്മുടെ കാർട്ടൂൺ മ്യൂസിയം ആവട്ടെ, ഇതൊക്കെ അവരുടെ ലാൻഡ്മാർക്കുകളായിരുന്നു. ആ നിലയ്ക്ക് പ്രതിഭയുടേത് എന്ന് പറയാവുന്ന ഒരു ലാൻഡ്മാർക്ക് എന്താണ് കായംകുളത്ത്? ഹോസ്പിറ്റൽ പുതിയതായിട്ട് പണിയുന്ന 40 ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇരട്ടി പണം ചെലവഴിച്ച് ചെയ്യുക. അവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അത്രയും പണം ഇട്ട ഒരു സ്ഥാപനം തന്നെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റൽ, അവിടെ ഉണ്ടായിരുന്നൊരു ഹോസ്പിറ്റലിൻ്റെ എക്സ്റ്റെൻഷൻസ് മാത്രമാണ് ഹോസ്പിറ്റലാണെങ്കിലും. അതുപോലെ തന്നെ മറ്റു പലതും അത്തരം സംഭവം. റോഡിൻ്റെ കാര്യം ശരിയാണ്. ഞാൻ പറഞ്ഞത് സ്വയം കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. പല MLA-മാരും ഒരുപക്ഷെ അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ പുതിയ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക, മുഴുവൻ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും അതിനൊപ്പം കൊണ്ടുവരിക, ജനപ്രതിനിധി അതിന് മുമ്പിൽ നിന്ന് നയിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പല മണ്ഡലങ്ങളിലും നടക്കുന്നു എന്ന സംഭവം. അപ്പം നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒരു ലാൻഡ്മാർക്ക്. കൂട്ടുമാതൊക്കെ പാലം അടക്കം എല്ലാം പുതിയതല്ലേ. അത് കൺസ്ട്രക്ഷൻ വരുന്നതും അതും ലാൻഡ്മാർക്ക് തന്നെയല്ലേ. പക്ഷേ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മനോഹരമായ ഒരു പാലം 32 കോടിക്ക് പണിതിട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ചിരകാല അഭിലാഷമായിരുന്നു മാമ്പ്രക്കന്നെ ROB. അത് നമ്മളെ കൊണ്ടുവന്നേ. ഇപ്പോൾ അതിൻ്റെ സോൾ ടെസ്റ്റ് കഴിഞ്ഞു, ടെൻഡർ എടുത്തു, ഊരാണെങ്കിൽ കരാർ വെച്ചു. ഇത് ലാൻഡ്മാർക്കാണ് ഡെഫിനറ്റ്ലി. പിന്നെ പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്റ്റേഡിയം ചെയ്യാനാണ്. കായംകുളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് സ്ഥലമില്ല. എനിക്ക് സ്ഥലം കിട്ടിയാൽ ആ വർഷം ഇവിടെ സ്റ്റേഡിയമാണ്. പക്ഷെ സ്ഥലം വാങ്ങാൻ MLA ഫണ്ട് പറ്റില്ല. സ്റ്റേഡിയം ചെയ്യാൻ നമുക്ക് ഫണ്ട് കൊണ്ടുവരാം. ഇപ്പം നഗരസഭ സ്ഥലം എടുക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവരെടുത്തിരിക്കുന്നത് ആ വയലാണ്. ആ വയലിൽ നികത്തുന്ന എന്തെല്ലാം നൂലാമാലയാണ്. പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുന്ന ഞാൻ കേട്ടുള്ളൂ സ്റ്റേഡിയം എവിടെയാണ്. അപ്പോൾ എനിക്ക് കായംകുളത്തെ യൂത്തിനോടും അതാ പറയാനുള്ളത്. നമ്മൾ ഒരുപാട് പരിശ്രമിക്കുമ്പോഴും ലാൻഡ് ഇല്ലാത്ത 3 സ്ഥലത്ത് ഇൻഡോർ സ്റ്റേഡിയം ചെയ്യുന്നുണ്ട്. കണ്ടല്ലൂർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഭരണിക്കാവ് ചെയ്ത് പൂർത്തീകരിക്കാനായി. പത്തിയൂർ സ്ഥലം തന്നുകൊണ്ട് നല്ലൊരു ഗ്രൗണ്ട്, സൂപ്പറായിട്ട് ഒരു സ്റ്റേഡിയം അവർക്ക് ഓപ്പൺ എയർ സ്റ്റേഡിയം അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിനകത്ത് നിന്നുകൊണ്ട് ഇപ്പം എന്താ നമ്മുടെ കൂനംകുളങ്ങര ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിന് 1 കോടിയുടെ സ്റ്റേഡിയത്തിന് ഇപ്പോൾ എല്ലാം പണം അനുവദിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ എനിക്ക് പഞ്ചായത്തിൽ സ്ഥലം തന്നു. കായംകുളം നഗരസഭ പരിശ്രമിച്ചു. കഴിഞ്ഞ നഗരസഭ എനിക്ക് നന്നായിട്ടറിയാം, ഞാനും അവരോട് നിന്നിട്ടുണ്ട്. പക്ഷേ എടുത്ത സ്ഥലവും ആ വയലാണ്. IT-യുടെ പ്രശ്നം അത് തന്നെയാണ്. പുതിയ കെട്ടിടം എവിടെയെന്ന് ചോദിച്ചാൽ പുതിയ കെട്ടിടത്തിൻ്റെ സ്ഥലം എവിടെ എന്നതുകൊണ്ട് എങ്കിലും ആ സ്ഥലം നഗരസഭയെ കുറിച്ച് പറഞ്ഞു. പോയ 10 വർഷവും നഗരസഭയുടെയും പാർട്ടിയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ MLA-ക്ക് കിട്ടിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരുപക്ഷെ എനിക്കൊന്ന് കഴിഞ്ഞ ഒരു ടേം, കഴിഞ്ഞ 5 വർഷത്തെ ടേം ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു ടേമായിരുന്നു യഥാർത്ഥം. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങി ലൈം ലൈറ്റിൽ എപ്പോഴും ഇത്തരം കായംകുളത്തെ ഇത്തരം സംഭവങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാർത്തകൾ ഇടം പിടിച്ച സംഭവം. ആ നിലയ്ക്ക് ഒരു പിന്നെ പാർട്ടിയുടെ ഒരു പൂർണ്ണ പിന്തുണ നമുക്ക് ഈ പോയ ടൈമിൽ നമുക്ക് കിട്ടിയിരുന്നു എന്ന് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും എല്ലായിടത്തും ഉള്ള കാര്യങ്ങളില്ലേ. ഇപ്പം തന്നെ UDF-ന്റെ ഒക്കെ തന്നെ ചില കലാപങ്ങളൊക്കെ കണ്ടിട്ടില്ലേ. നമ്മുടെ അതൊക്കെ എല്ലായിടത്തും സ്വാഭാവികമായത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളോ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ തുടരാനൊക്കെ കുറച്ച് പ്രയാസമല്ലേ. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ എതിരാളികൾ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് ഞാനും പാർട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാവണമെന്നാണ്.
അതിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പയിനും ആദ്യകാലത്ത് ഞാൻ മത്സരിക്കരുതെന്ന് ആഗ്രഹിച്ച രാഷ്ട്രീയ എതിരാളികളാണെന്ന് തോന്നുന്നു കായംകുളത്ത്. അതിന് അവർ ഏറ്റവും വലിയ ക്യാമ്പയിനായിരുന്നു പ്രതിഭ പാർട്ടിയായിട്ട് അകൽച്ചയാണ്. പ്രതിഭ എൻ്റെ DYFI ആണല്ലോ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വെല്ലുന്ന റോഡ് ഷോ കണ്ടില്ല? എന്തുവായിരുന്നു റോഡ് ഷോ? പാർട്ടി കട്ടയ്ക്കുണ്ട് കൂടെ. അയ്യോ, കട്ട സപ്പോർട്ടാണ്, എല്ലാവരും കൂടെ ഉണ്ട്. പിന്നെ രണ്ടാമതൊരു സംഭവം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ടൈമിൽ ഏറ്റവും വിവാദമുണ്ടാക്കിയതും നമ്മളെപ്പോഴും വാർത്തകൾ നിറഞ്ഞതുമായൊരു സംഭവമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ ഒരു ഇന്ത്യയും ഇടപെടാൻ കഴിയാതെ പോയതൊരു മനസ്താപമോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്തെങ്കിലും വിഷയത്തിൽ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം കേരളത്തിൽ ഇപ്പം 190 MLA-മാരുടെ മണ്ഡലത്തിലൂടെ ദേശീയപാത പോകുന്നുണ്ട്. ആ ഒരു MLA-ക്കും ഈ മനസ്താപം ആവശ്യമില്ല. കാരണം എന്താ, 2016 ഞങ്ങൾ വരുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാ? സുധാകരൻ സാറിൻ്റെ മണ്ഡലത്തിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലൂടെ അണ്ടർ പാസേജ് ഇല്ല. അപ്പം അതിനകത്ത് എന്ത് റോളാണ് കേരളത്തിലെ ഗവൺമെൻറ്? ഇല്ല. സ്ഥലമെടുക്കുന്നതിലാണ് കേരളത്തിലെ ഗവൺമെൻറ് റോളുള്ളത്.